ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, ആ മുറി ഓഫീസ് മുറി ആയിട്ട് കൂടിയല്ലേ യൂസ് ചെയ്യുന്നേ? അതെ. അപ്പൊ അവിടെ CCTV ഉണ്ടാവില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ ആ ഫൂട്ടേജ് നോക്കിയാൽ മതിയല്ലോ, മുറിയിൽ എന്താ സംഭവിച്ചെന്നറിയാൻ. അത് ശരിയാണല്ലോ. എങ്കിൽ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോ എടുത്തിട്ട് വരാം. പിന്നെ എന്ത് ചെക്ക് ചെയ്യാൻ? ഇവളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണോ കളരിക്കൽ കുടുംബത്തില് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ? എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയില്ലേ ഇപ്പൊ നിർമ്മലേ. ഇനി അതും കൂടി ഒന്ന് നോക്കാം. കീർത്തി പറയുന്ന പോലെ നവീൻ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ട ഒരു നിമിഷം പോലും അവരുടെ വിവാഹം വൈകില്ല. സാറേ, സംഭവം ഇതിനകത്തുണ്ട്. പ്ലേ ചെയ്യാലോ? ദാ എന്താ നീ ചെയ്തതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? ഉദയ, എങ്ങനെയാടാ നിനക്ക് ഇത്രയും നാണം കെട്ടവനായി തീരാൻ തോന്നിയത്? അന്തസ്സിന്റെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം മോളെ കൊണ്ട് ഇങ്ങനെയൊരു നാടകം കളിപ്പിക്കുമായിരുന്നോ? എത്ര പെട്ടെന്നാ നീ നിലവിളക്കെടുത്തത്! എത്ര പെട്ടെന്നാ കുടുംബത്തിനെതിരെ കേസ് കൊടുക്കാൻ നീ തയ്യാറായത്! നിർമ്മലേ, ഇത്രയൊക്കെ നീ ചെയ്തു കൂട്ടിയിട്ടും എന്റെ മകൻ സഹിച്ചു നിന്ന് കണ്ടില്ലേ? ഈ പാപമൊക്കെ നിങ്ങളെ എവിടെ കൊണ്ടുപോയി കളയാനാ? ഇനിയൊരു നിമിഷം പോലും ഈ തറവാട്ടിനകത്ത് 3 എണ്ണത്തിനെയും കണ്ടുപോകരുത്. അവരെ ഒന്നും പറയണ്ട. നവീന്റെ കാര്യത്തിൽ അവർക്കുള്ള നിരാശ അവരിങ്ങനെ തീർക്കാൻ നോക്കിയെന്ന് കരുതിയാ മതി. പാവങ്ങളല്ലേ, ക്ഷമിച്ചേക്കൂ. എന്തിനാ നിക്കുന്നേ? കേറി പോടി. നീ എന്തിനാടി നിക്കുന്നേ? ഓടിയാത്ത്. കഥ താങ്ക്സ്. പെട്ടെന്നുള്ള കീർത്തിയുടെ പെരുമാറ്റത്തില് എന്റെ മനസ്സൊന്ന് പതറിപ്പോയി. അത് താനിവിടെ ഉള്ളതുകൊണ്ടാ. എനിക്കറിയാം നവീൻ. കളരിക്കൽ തറവാട് മോളോട് കടപ്പെട്ടിരിക്കുന്നു. മോക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ അവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവസരം കൊടുത്ത അച്ഛനും അമ്മയും മോളും കൂടെ ഇനിയും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. മോളെ, ഭർത്താവും ഭാര്യയും പരസ്പരം കൈത്താങ്ങാവേണ്ടവരാ. നവീന്റെ ജീവിതത്തിൽ ഇവൻ ഏറ്റവും വലിയ തുണയായിരിക്കും നീ എന്ന് നീ തെളിയിച്ചു.